ശ്രീ ആർ വി ബാബുവിലേക്ക്. ശ്രീ ആർ വി ബാബു, കോന്നിയിൽ വനം വകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് ജില്ലാ സെക്രട്ടറിയുടെ ഹൈന്ദവ അധിക്ഷേപം ഉണ്ടായിരിക്കുന്നത്. KP ഉദയഭാനുവിന്റെ CPM നേതാവിന്റെ ഇത്തരം പരാമർശങ്ങളെ എങ്ങനെ കാണുന്നു? തുടക്കത്തിൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രീ KP ഉദയഭാനു RSSനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിമർശനം തുടങ്ങിയത് എങ്കിലും വിമർശനം മുഴുവൻ ഹിന്ദുവിന്റെ വിശ്വാസങ്ങൾക്ക് നേരെയായിരുന്നു. എന്ന് വെച്ചാൽ ഇവര് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പറയാറുള്ള പോലെ ഇവരുടെ എതിർപ്പ് RSSനോടല്ല, ഹിന്ദുവിനോടാണ്, ഹിന്ദുവിന്റെ വിശ്വാസങ്ങളോടാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. RSSനെ എതിർക്കാനാണെങ്കിൽ RSSനെ പറഞ്ഞാൽ മതി, അല്ലാതെ RSS ഹിന്ദുക്കളുടെ വിശ്വാസത്തെ അടച്ചാക്ഷേപിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പൊ ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അവർക്കുള്ള RSS വിരോധം അത് ഹിന്ദുക്കളോടുള്ള വിരോധമാണ്, ഹിന്ദു വിശ്വാസങ്ങളോടും ആചാരങ്ങളോടുമുള്ള വിരോധമാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്. രണ്ട്, ഈ ഉദയഭാനു പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭാരതീയമായ ചിന്തകളെ, ഭാരതീയമായ സംസ്കാരത്തെ, ഭാരതീയമായ വിശ്വാസങ്ങളെ അതിനോടെല്ലാം തികഞ്ഞ പുച്ഛവും പരിഹാസവുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതപര്യന്തമുള്ള ചരിത്രം അവര് തുടങ്ങിയ കാലം മുതൽ ഭാരതീയ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ചരിത്രത്തെയും ഒക്കെ അപഹസിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അവരുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു വികാരം ഭാരത വിരുദ്ധ വികാരമാണ്. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വികാരം ഭാരതത്തിന്റെ സംസ്കാരത്തോടും ഭാരതത്തിന്റെ ആധ്യാത്മിക പൈതൃകത്തോടുമുള്ള തികഞ്ഞ പരിഹാസവും അധിക്ഷേപം നിറഞ്ഞ ചിന്താഗതിയുമാണ്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരർത്ഥത്തിലും അവിടെ ബന്ധപ്പെടാൻ സാധ്യതയില്ലെങ്കിലും വളഞ്ഞ വഴിയിലൂടെ ആ വിഷയത്തിലേക്ക് ഹിന്ദു വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കൊണ്ടുവന്ന് അതിനെ അധിക്ഷേപിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് തുടർന്നു വരികയാണ്. ഇപ്പോ ഗണപതി മിത്താണ് എന്ന ഒരു പരാമർശം നടത്തി ഷംസീർ കുറച്ച് നാളുകൾക്ക് മുൻപ് അതുണ്ടാക്കിയ വലിയ വിവാദങ്ങളും കോലാഹലങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായി. എന്തുകൊണ്ടാണ് ഗണപതി മിത്താണ് എന്ന് പറഞ്ഞത്? മറ്റ് വിശ്വാസങ്ങൾ ഇപ്പൊ അള്ളാഹു മിത്താണോ എന്ന് ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ അള്ളാഹു മിത്തല്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോ ഗണപതി മിത്താണെന്നും അള്ളാഹു മിത്തല്ലെന്നും പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവര് പുറമേക്ക് അവർ പറയും ഞങ്ങൾ ഹിന്ദുത്വത്തെയാണ് എതിര്, ഹിന്ദുയിസത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹിന്ദുത്വവും ഹിന്ദുയിസവും തമ്മിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല, അതെല്ലാം ഒരേ കാര്യം തന്നെയാണ്. അതുതന്നെയാണ് എന്തുകൊണ്ട് ഹൈന്ദവ വിശ്വാസത്തിന് നേർക്ക് മാത്രം ഇവർ കടന്നു കയറുന്നു എന്നത് വലിയ പ്രസക്തമാകുന്ന ഒരു ചോദ്യമാണല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പീക്കർ M ഷംസീറിന്റെ മിത്ത് വിവാദ, ഗണപതി വിവാദവും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ വലിയ കോലാഹലമാണ്, വലിയ വിമർശനങ്ങളാണ്, വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നത്. പക്ഷേ ഇപ്പോൾ KP ഉദയഭാനു അടക്കം നടത്തിയ ഇത്തരം പ്രസ്താവനകൾ ഇതൊക്കെയും ഹൈന്ദവരുടെ വികാരങ്ങളെ നോവിക്കാനുള്ള ഇവരുടെ ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹൈന്ദവ വിശ്വാസത്തിന് നേർക്ക് മാത്രം ഒരു കടന്നുകയറ്റം, അത് വളരെ ഗൗരവത്തോടെ നമ്മൾ വിലയിരുത്തേണ്ട ഒരു ചോദ്യം തന്നെയല്ലേ? അല്ല, ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഇവര് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പാർട്ടി സഖാക്കന്മാർ അവരടിസ്ഥാനപരമായി ഹിന്ദു വിരുദ്ധരാണ്, ഹിന്ദു വിരോധികളാണ്, ഭാരത വിരുദ്ധരാണ്. അതാണ് അതിന്റെ കാരണം. അവരതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ അവര് ഭാരതീയമായ സാഹിത്യങ്ങളെയും ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും വേദങ്ങളെയും ഭഗവത്ഗീത, രാമായണം, ഇപ്പൊ ശ്രീരാമൻ, ശ്രീകൃഷ്ണ ഇതിനെയൊക്കെ അവർ തള്ളി പറഞ്ഞ ആൾക്കാരല്ലേ. ശ്രീരാമനേക്കാൾ അവര് ഇഷ്ടപ്പെടുന്നത് രാവണനെയാണ്. അർജുനനേക്കാൾ അവർക്ക് താല്പര്യം കർണനോടും ദുര്യോധനോടാണ്. ഇത് നമുക്ക് എത്രയോ അവസരങ്ങളിൽ അവരത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവര് കർണന്റെ മഹത്വം പറയും, ദുര്യോധനന്റെ മഹത്വം പറയും, ശൂർപ്പണഖയുടെ മഹത്വം പറയും, രാവണന്റെ മഹത്വം പറയും. രാമന്റെ മഹത്വം അവര് ഏതെങ്കിലും ചില ശംഭുകന്റെ മതമോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും കൊണ്ടുവന്നിട്ട് രാമനേക്കാൾ മഹാൻ ഈ രാവണനാണ് എന്ന് സ്ഥാപിക്കും. ഇതെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അവർ അടിസ്ഥാനപരമായി ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹിന്ദു ആചാരങ്ങളോടൊക്കെ കടുത്ത വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്ന അവരുടെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഹിന്ദു വിരുദ്ധമാണ്. അടിസ്ഥാനപരമായി അവർ ഹിന്ദു വിരുദ്ധരാണ്. ഇതാണ് ഒരു കാരണം. ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ശ്രമിക്കുന്നത്,
ഇപ്പൊ ഇവിടെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് CPM-ന്റെ നേതാവ് ഈ പ്രസംഗിച്ചത്. അതിന് അദ്ദേഹം പന്നിയെ കൊല്ലുന്നതിന് എതിരായിട്ട് ഹിന്ദുക്കൾ BJP-ക്കാരോ RSS-കാരോ ബഹളം ഉണ്ടാക്കുന്നു എന്നാണ്. അത് വരാഹത്തിന്റെ അവതാരമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ അവതാരമായിട്ട് വരാഹം വന്നതുകൊണ്ടാണ് പന്നിയെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് എവിടെ ആര് പറഞ്ഞു? ഏതെങ്കിലും RSS-കാരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? RSS-ന്റെ ഏതെങ്കിലും പുസ്തകങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പ്രസംഗങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? മറിച്ച് എല്ലാ ജീവജാലങ്ങളിലും, അത് പന്നിയാകട്ടെ, പശുവാകട്ടെ, ആനയാകട്ടെ, തവളയാകട്ടെ, എല്ലാ ജീവജാലങ്ങളെയും ആരാധിക്കുന്ന, അതിനുള്ളിലൊക്കെ ഈശ്വരന്റെ അംശമുണ്ടെന്ന് കാണുന്ന വിശാലമായ ഹൈന്ദവ ആധ്യാത്മികതയുണ്ട്. ആ ആധ്യാത്മികതയോടൊപ്പമാണ് ഞങ്ങൾ. അതുകൊണ്ട് നാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞിട്ടില്ല, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര സദാ എന്ന് പറയുന്ന ആ നാരായണ ഗുരുദേവന്റെ അനുകമ്പാ ദശകത്തിലെ വരികളുണ്ട്. അതിനോടൊപ്പമാണ് നമ്മൾ. കാരണം അത് ഹൈന്ദവ ആധ്യാത്മിക ചിന്തയാണ്. ലോകമേ തറവാട്, തനിക്ക് പുഴകളും പുൽകളും ചെടികളും ഒക്കെ തനിക്ക് കൂടുതൽ കുടുംബക്കാർ എന്ന് വള്ളത്തോട് പറയുമ്പോൾ അത് ഭാരതീയ ചിന്തയുടെ ബഹിർസ്ഫുരണമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്നും എല്ലാ ജീവജാലങ്ങളും ഈശ്വരന്റെ അംശമാണ് എന്നും ചിന്തിക്കുന്ന പ്രാപഞ്ചിക വീക്ഷണമാണ് ഭാരതത്തിൻ്റെത്. ആ ആധ്യാത്മിക വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് ഭാരതം ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ ലോകത്തിലെ മനുഷ്യര് മാത്രം സുഖം വരണമെന്നല്ല, ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും സുഖം ഉണ്ടാവണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ KP ഉദയഭാനുവിനൊന്നും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. കാരണം ഒരു പ്രാവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിലെ മാംസം അറുത്തെടുത്തു കൊടുത്ത ശിബിയുടെ നാടാണിത്. ഒരു പ്രാവിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ശരീരം അറുത്തു കൊടുത്ത ശിബിയുടെ നാട്. തന്നെ അനുഗമിച്ച് വന്നിരുന്ന ഒരു നായക്ക് സ്വർഗപ്രവേശനം നിഷേധിച്ചപ്പോ തന്റെ കൂടെ വന്ന നായക്ക് സ്വർഗം നിഷേധിക്കുകയാണെങ്കിൽ എനിക്കും ആ സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ യുധിഷ്ഠിരന്റെ നാടാണിത്. അങ്ങനെയാണ് ജീവജാലങ്ങളോട് നമ്മുടെ നാട്ടിൽ കരുതി വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഓരോ വസ്തുവും, അത് പുഴുവാകട്ടെ പുല്ലാകട്ടെ, അതെല്ലാം ഇവിടെ ജന്മമെടുത്തത് മഹാഭാഗ്യമാണ് എന്ന് ജ്ഞാനപ്പാനയില് പറയുന്നുണ്ട്. ഇവിടെ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ കഴിഞ്ഞ ആ ഒരു ഭാഗ്യം ജ്ഞാനപ്പാനയില് പൂന്താനം പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സങ്കല്പം അത് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ആ കുനിഷ്ഠ ബുദ്ധിയോ കപട തത്വശാസ്ത്രമോ പോരാ. ബാബു, ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിന്റെ ഈ ഒരു കപട ബുദ്ധി ഇങ്ങനെ KP ഉദയഭാനു വിളിച്ചു പറയുന്നു, N ഷംസീർ വിളിച്ചു പറയുന്നു, അവരുടെ നേതാക്കളൊക്കെയും വിളിച്ചു പറയുന്നു. പക്ഷേ ആ വിളിച്ചു പറഞ്ഞതിൻ്റെ ഗതികേട് അവർ സ്വയം ഏറ്റുവാങ്ങുകയല്ലേ ചെയ്യുന്നത്. ശബരിമല വിഷയം അടക്കം നമുക്കറിയാം. പിന്നീട് CPM-ന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഇപ്പോഴും CPM-ന് എത്രത്തോളം അത് ശിഥിലമായി കൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതായത് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് ഇവരുടെ ആ ഒരു കുൽസിത ബുദ്ധി, അല്ലേ? അല്ല, അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രശ്നം, അവരൊരു ഡൈലമയിലാണ്. ആ ഡൈലമ എന്താന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് അവരുടെ പ്രത്യയശാസ്ത്രം, അവരതിൽ വിശ്വസിക്കുന്നത് അത് തികഞ്ഞും ഈശ്വരനെ നിഷേധിക്കുന്നു. അവര് തികഞ്ഞ ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യയശാസ്ത്രമാണത്. നിരീശ്വരവാദമാണ് അതിന്റെ അടിസ്ഥാനം. അങ്ങനെയുള്ള ഒരു പ്രത്യയശാസ്ത്രം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അവർ പ്രവർത്തിക്കുന്നത് ഭാരതത്തിലാണ്. ഭാരതം ആധ്യാത്മികതയുടെ നാടാണ്. ഇവിടെ ഓരോ മനുഷ്യനും ഉറക്കം എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അവന് മതവും അല്ലെങ്കിൽ അവന്റെ ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ടാണ് അവന്റെ ജീവിതത്തിന്റെ ഓരോ മുക്കും മൂലയും. അത് ഒഴിവാക്കിക്കൊണ്ട് അവന് ചിന്തിക്കാൻ സാധ്യമല്ല. അവൻ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കൈ നോക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത് ഇതൊന്നും ആരും നിത്യേന ചെയ്യണമെന്നില്ല. പക്ഷേ ഒരു സന്നിഗ്ധാവസ്ഥയിൽ അവനത് ചെയ്യും. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത്തു ഗോവിന്ദ, പ്രഭാതേ കരദർശനം എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ രാവിലെ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അവന്റെ ഉപബോധ മനസ്സിൽ അതുണ്ട്. അവന് ഭൂമിയിൽ ചവിട്ടുമ്പോൾ ഭൂമിയോട് അവൻ ക്ഷമയോദിക്കുന്നു. ഭൂമിദേവിയോട് അവൻ ക്ഷമയോദിക്കുന്നുണ്ട്. പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞിട്ട് അവൻ ഭൂമിദേവിയോട് ക്ഷമയോദിക്കുന്നു.
കാരണം ഇത് എന്നാൽ എല്ലാവരും അങ്ങനെ ക്ഷമ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും ഭൂമിയെ ചവിട്ടി നിൽക്കുന്ന ഒരാൾ ക്ഷമയും ചോദിക്കില്ല. പക്ഷെ അവന്റെ ഉള്ളിലുണ്ട് ഒരു വിഷയം വരുന്ന സമയത്ത് അതങ്ങനെ തികട്ടി വരും. ഞാൻ ആരാണ്? ഞാൻ ഈ ഭാരതത്തിന്റെ മകനാണ്. എന്റെ നാടിന്റെ സംസ്കാരം എന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ സംസ്കാരമാണ് എന്ന് അവനെ ബോധിപ്പിക്കുന്ന തരത്തിൽ ഈ തരം ചിന്താഗതികൾ അവന്റെ ഉപബോധ മനസ്സിൽ കടന്നു വരും. അതുകൊണ്ട് ഭാരതത്തിലെ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല. ഈ ഒരു ഡൈലമയുണ്ട്. എന്നാൽ വോട്ട് കിട്ടണമെങ്കിൽ ഈ ഭാരതീയന്റെ ചിന്താഗതിക്കൊപ്പം നിൽക്കുകയും വേണം. അതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നതിനെതിരല്ല, ഞങ്ങൾ ഹിന്ദുക്കൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഹിന്ദുക്കളോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾ RSSകാരെയാണ് എതിർക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ ഇവന്റെ ഒക്കെ ഉള്ളിൽ അവന്റെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഈ ഹിന്ദു വിരുദ്ധതയാണ് എന്നുള്ളത് കൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് ചാടി വരും. അത് ഇവരെ ഇലക്ഷനിലും ഒക്കെ അടക്കം എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആശയ പ്രതിസന്ധി, ഒരു ചിന്താക്കുഴപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ ആകമാനം ഗ്രസിച്ചിട്ടുണ്ട്. ഇത് ഇല്ല. പണ്ട് കാലം കെ ദാമോദരൻ ഭാരതീയ തത്വചിന്ത എഴുതി. ഭാരതത്തിന്റെ ആത്മാവ് കണ്ടെത്തിക്കൊണ്ട് കെ ദാമോദരന്റെ ഒരു യാത്രയുണ്ടായിരുന്നല്ലോ. ആ കെ ദാമോദരനെ തള്ളിപ്പറഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റുകാര്. കാരണം ഭാരതത്തിന്റെ ആത്മാവിനെ കണ്ടെത്തുക, ഭാരതീയ തത്വചിന്തയെ പുകഴ്ത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനെതിരാണ്. നമ്പൂതിരിപ്പാട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേദം പഠിച്ച കാലം അത് പാഴ്ജന്മമായി പോയി എന്നാണ്. വേദം പഠിച്ചിരുന്ന കുട്ടിക്കാലം എനിക്ക് പാഴായി പോയി എന്ന് പരസ്യമായി പ്രസ്താവന ഇറക്കിയതാണ് നമ്പൂതിരിപ്പാട്. OMC നമ്പൂതിരിപ്പാടിന്റെ വേദങ്ങളുടെ ഭാഷ്യം എഴുതിയ അതിന് അവതാരിക എഴുതിക്കൊണ്ട് നമ്പൂതിരിപ്പാട് പറഞ്ഞതാണ്, വേദം പഠിച്ച ആ കാലമാണ് എനിക്ക് നഷ്ടപ്പെട്ട കാലം, ഒരു പ്രയോജനം ചെയ്തില്ല എന്ന് നമ്പൂതിരിപ്പാട് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും അതേപോലെ നമ്മുടെ ഭാരതീയ പുരാണങ്ങളെയും ഒക്കെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് ശ്രീ ആർ.വി. ബാബു, അത് തന്നെയാണ് ഈ ലോകാസമസ്ത സുഖിനോ ഭവന്തു, ഒപ്പം വസുധൈവ കുടുംബകം തുടങ്ങിയ ആ ഒരു വലിയ സന്ദേശം ലോകത്തിന് സമ്മാനിച്ച നമ്മുടെ ഒരു പൈതൃകമുണ്ട്, നമ്മുടെ ഒരു സാംസ്കാരികമായ ആ ഒരു ഗരിമയുണ്ട്, മഹത്വമുണ്ട്. അതിനെ പോലും അവഹേളിക്കുന്ന നിലയിലേക്ക് CPM നേതൃത്വം എത്തുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാമ്പിനെ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ കുരങ്ങിനെ ആരാധിക്കുന്നവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രകൃതിയെയാണ് നമ്മൾ അതിലൂടെ ആരാധിക്കുന്നത്. പ്രകൃതിയെ പോലും സംരക്ഷിക്കുന്ന നമ്മുടെ ആ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട്, നമ്മുടെ കാവുകളുണ്ട്. അത്തരം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ പോലും സംരക്ഷിച്ചു നിർത്തുന്ന ഹൈന്ദവ വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങളെ അവഹേളിക്കുമ്പോൾ പ്രകൃതിയെ, സമൂഹത്തെ തന്നെയാണ് അവർ അധിക്ഷേപിക്കുന്നത്. അത് തിരിച്ചറിയാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല അല്ലേ? അല്ല, അത് മറ്റൊരു വിഷയമാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഇന്ന് പ്രകൃതിയുടെ നാശത്തെ സംബന്ധിച്ച്, പ്രകൃതി സംബന്ധിച്ചുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ലോകം മുഴുവൻ നേരിടുകയാണ്. ഇപ്പൊ നമുക്ക് വയനാടുണ്ടായ വിഷയം നമുക്കറിയാം, അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ പ്രകൃതി നാശവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ നടക്കുമ്പോൾ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാര് അവര് ഭാരതീയമായ ചിന്തകള്, ഭാരതീയമായ സംസ്കാരം, അത് നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണത്തിന് എങ്ങനെ വളരെ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിരവധി പഠനങ്ങളും അവര് യുണൈറ്റഡ് നേഷൻസ് അടക്കം ഒക്കെ ഭാരതീയമായ തത്വചിന്തയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഗോള താപനത്തിനെ സംബന്ധിച്ചിട്ടായാലും അതല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളിലൊക്കെ വളരെ വലിയ തോതിൽ എങ്ങനെയാണ് ഭാരതീയ സംസ്കാരം നമ്മുടെ ഈ നാടിന്റെ പ്രകൃതിയെ നിലനിർത്തുന്നതിലും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിത സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിലും ഭാരതീയ സംസ്കാരം എങ്ങനെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ചിന്തകളും പഠനങ്ങളും നടന്നിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ കാവിന്റെ സംരക്ഷണം, കുളങ്ങളുടെ സംരക്ഷണം, ക്ഷേത്രങ്ങളുമായി ചേർന്ന് കുളങ്ങൾ ഉണ്ടാവുക, ആ കുളങ്ങൾ സംരക്ഷിക്കുക, കാവുകൾ ഉണ്ടാകുക. കാവ് തീണ്ടരുത് എന്ന് നമ്മുടെ പഴയ കാരണവന്മാര് പറയുമായിരുന്നു. കാവ് തീണ്ടരുത്. എന്താണ് ആ കാവ് തീണ്ടരുത് എന്ന് പറയുമ്പോൾ അവിടെ കാവ് തീണ്ടിയാൽ എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ, മഹാരോഗങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതല്ലായിരുന്നു. അങ്ങനെ പേടിപ്പിക്കുമായിരുന്നു. പക്ഷെ ആ പേടിപ്പിക്കുന്നത് എന്തിനായിരുന്നു? അത് വളരെ സംരക്ഷണം കാവുകൾക്കുണ്ടാവണം. അത് ഒരു ജൈവ സമ്പത്ത് കുടികൊള്ളുന്ന ജൈവിക ഭൂമിയാണ്, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇത്തരം സംരംഭങ്ങൾ വേണം.
പക്ഷേ അന്ന് KPSC ഇറക്കിയ ഒരു നാടകമുണ്ട്, വിഷസർപ്പത്തിന് വിളക്ക് വയ്ക്കരുത്. വിഷസർപ്പത്തിന് വിളക്ക് വയ്ക്കരുത് എന്ന നാടകം ഇറക്കി. എന്തായിരുന്നു? ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുക, അതിനപ്പുറമൊന്നുമില്ല. എന്നാൽ അതിന്റെ പിന്നിൽ ഒരു വലിയ തത്വമുണ്ട്, ഒരു ദർശനമുണ്ട്. നമ്മുടെ നാടിന്റെ പ്രകൃതിയുമായി ചേർന്ന് ഇണങ്ങി ജീവിക്കേണ്ട ഒരു ജീവിത തത്വമാണ് ഈ കാവ് സംരക്ഷണത്തിലൂടെ ഹിന്ദു സമൂഹം പ്രചരിപ്പിക്കുന്നത്, ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന വിശാലമായ ആ തത്വത്തെ കാണാനല്ല അവർ കൂട്ടാക്കിയത്. മറിച്ച് വിഷസർപ്പത്തിന് വിളക്ക് വയ്ക്കരുത് എന്ന അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പ്രസംഗവും. ചൈനയിലെ പാമ്പിനെ തിന്നുന്നു, ഇവിടെ പാമ്പിനെയും കുരങ്ങനെയും പൂജിക്കുന്നു. ചൈനയില് പാമ്പിനെ മാത്രമല്ല, ചൈനയില് പട്ടിയെ തിന്നുന്നുണ്ട്, കുറുക്കനെ തിന്നുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് താല്പര്യമാണെങ്കിൽ ഇവിടെ അവർ പട്ടിയും പാമ്പിനെ കുറുക്കനെയൊക്കെ തിന്നട്ടെ. ചൈനയാണ് അവർക്ക് മാതൃകയെങ്കിൽ അവർ തിന്നട്ടെ. ഇതൊക്കെ ഇത്തരം ബാലിശമായ ഉദാഹരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവര് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുക എന്നുള്ളതാണ്. ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുക. ഇതേപോലെ സമാനമായ അവഹേളനം ഇതര സമൂഹങ്ങളോട് കാണിക്കാൻ ഈ പറയുന്ന ഉദയഭാനുവിന്റെ നട്ടല് നിവർന്നു നിൽക്കുമോ? ഈ വളഞ്ഞു നിൽക്കുന്ന നട്ടല് നിവർന്നു നിൽക്കുമോ? ഇല്ല. കാരണം അവിടെ വരുന്ന സമയത്ത് ഉദയഭാനുവിന്റെ മുട്ടിടിക്കും, പാർട്ടിക്ക് പുറത്താകും, പാർട്ടിയോട് സമാധാനം പറയേണ്ടി വരും, പാർട്ടിയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് വിധേയമാകും. കാരണം അത് ന്യൂനപക്ഷ അവകാശത്തിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസത്തെ അവഹേളിക്കലാണ്. ഇത് ഭൂരിപക്ഷ സമൂഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അടിസ്ഥാനപരമായി ചോരയിൽ ചേർന്ന് നിൽക്കുന്ന ഹിന്ദു വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന പ്രസ്താവനകളാണ് ഇതെല്ലാം. അത് വലിയ തോതിൽ തിരിച്ചടിക്കുന്നുണ്ട്. ഭാരതത്തിന്റെ ഒരു മുക്കിലേക്ക്, മൂലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോ ഒതുങ്ങി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായത് അവര് ഈ കാലങ്ങളായിട്ട്, കഴിഞ്ഞ 100 വർഷത്തോളമായല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഈ കഴിഞ്ഞ 100 വർഷക്കാലമായിട്ട് അവർ നടത്തിയ ഇന്ത്യ വിരുദ്ധ, ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് കിട്ടിയ ഒരു വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ അവർ ഈ ഭാരതത്തിന്റെ ഒരു മുക്കിലേക്ക് ഒതുക്കപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ അവർ നടത്തണം, വീണ്ടും വീണ്ടും നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും വീണ്ടും ഇത്തരത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെ, അതും എത്ര അടിസ്ഥാനരഹിതമായിട്ടാണ് നോക്കൂ. പാമ്പിനെ പൂജിക്കുന്നത്, പ്രകൃതിയെ പൂജിക്കുക എന്നുള്ളത്, പ്രകൃതിയെ വണങ്ങുക എന്നുള്ളത്, അത് ഇന്നത്തെ കാലഘട്ടത്തിന് എത്ര പ്രസക്തമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്ത്, പ്രകൃതിയെ കൊള്ളയടിച്ച് തടിച്ചു കൊഴുക്കുന്ന ഒരു സാഹചര്യം, അത് പ്രകൃതി ദുരന്തങ്ങളിലേക്ക് നമ്മളെ വലിച്ച് ഇഴച്ചു കൊണ്ടുപോകുമ്പോഴാണ് ആ പ്രകൃതിയെ പൂജിക്കുന്ന ജനസമൂഹത്തെ, പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ജീവിത സംസ്കാരത്തെ ഒക്കെ അധിക്ഷേപിക്കുന്ന ഈ വഷളൻ പ്രസംഗം നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ഇവന്റെ ഒക്കെ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വന്നല്ലോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ദുഃഖം. ഇതേപോലുള്ള വഷളന്മാരുടെ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു ദുഃഖം മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു ചിന്ത എനിക്ക് തോന്നുന്നു ഹിന്ദു സമൂഹം ഒന്നടങ്കം ഈ കാര്യത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം പ്രസ്ഥാനങ്ങളെ, ഇത്തരം നേതാക്കന്മാരെ, അവരെ പൊതുസമൂഹം ബഹിഷ്കരിക്കണം, അവരെ ജനസമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം. ഇത്തരം ആളുകളെ, അവർ നടത്തുന്ന ഈ ഇത്തരം വഷളത്തരം അതിനെതിരായിട്ട് പൊതുസമൂഹത്തിന്റെ പ്രതികരണം ഉയർന്നുകൊണ്ട് അവര് ഈ കാര്യത്തിൽ ജനങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതിനാണ് കാലഹരണപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രം മുക്കിലും മൂലയിലുമായി ഒതുക്കപ്പെട്ടത് എന്തുകൊണ്ട് എന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഉത്തരമാണ്, അല്ലെങ്കിൽ ഏറ്റവും സംക്ഷിപ്തമായ ഒരു ഉത്തരം തന്നെയാണ്. അവർ പ്രകൃതിയെ, അവർ നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ സംസ്കാരത്തെ പിന്തള്ളുന്നു, പുതിയ സാംസ്കാരിക ബോധം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷേ അടിക്കടി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി ശ്രീ RB ബാബു. താങ്കൾ ഒരു പൊതുപരിപാടിയുടെ തിരക്കുകൾക്കിടയിലാണ് നമ്മുടെ അതിഥിയായി എത്തിയത്. വളരെയധികം നന്ദി ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.